വന്ദനങ്ങളെ അറിയിക്കുന്നു. 23/12/2025 പാലക്കാട് നിന്നും ആരംഭിച്ച സുവിശേഷ യാത്രയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. മദ്യത്തിനെതിരെ, മയക്കുമരുന്നിനെതിരെ, ശാരീരികമായി ലോകത്തുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരു ബോധവൽക്കരണവും, നമ്മുടെ ശരീരത്തെ പോലെ തന്നെ അതിനേക്കാൾ വിലയേറിയതാണ് നമ്മുടെ ആത്മാവെന്ന് നാം മനസ്സിലാക്കേണ്ടതുള്ളതുകൊണ്ട് അതിനെ കുറിച്ച് ഒരു വിവരണം കൂടെ തരുവാനാണ് ഞങ്ങൾ നിങ്ങളുടെ മധ്യേ ആയിരിക്കുന്നത്. ആ നിത്യജീവനെ പ്രാപിപ്പാൻ, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിന്റെ വിടുതൽ എങ്ങനെ ആയിരിക്കുമെന്നുള്ള ഒരു ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും. അതിനു മുമ്പായി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കുകയും ഒരു പാട്ട് പാടുകയും ചെയ്യും. ദയവായി നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും, യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും കോട്ട ചുറ്റി നടന്നു. ഹേ 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 7 വട്ടം നടന്നു. ഹോ 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 കോട്ട ചുറ്റി നടന്നു. 7 വട്ടം നടന്നു. 7 വട്ടം മൂതിയപ്പോൾ കോട്ട മതിൽ തകർന്നു. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ചപ്പം 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ, അഞ്ചപ്പം 2 മീനും യേശു വാറ്റിയതു പ്രാർത്ഥിച്ചപ്പോൾ 5000 പേരെ ഹേ 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 തൃപ്തരായി തീർന്നു. ഹോ 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 5000 പേരെ തൃപ്തരായി തീർന്നു. ബാക്കിയൊപ്പം 12 കുട്ടകളിൽ നിറച്ചു. ഏലേലേലേ 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 ഏലേലേലേ. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. അഞ്ച് കല്ലെടുത്തു വെച്ചു പാഞ്ഞു വന്ന ദാവീദ് ഒറ്റയേറുതാ കടക്കണ ഗോലിയാത്ത്. ഏലേലേലേ 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 ഏലേലേലേ. പ്രശാന്ത സുന്ദരമായ ഈ മധ്യാഹ്നത്തോടടുത്ത സമയം ഈ ശബ്ദസീമയിൽ ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രവിക്കുന്ന disconnected എറണാകുളം ജില്ലയിലെ വല്ലൂർ ദേശനിവാസികളെ
ഞാനും എന്റെ ഭാര്യയും എനിക്ക് സർവേശ്വരനായ ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങളും എന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളുമായി ചേർന്ന് ഇങ്ങനെ ഈ തിരുവേദിയിൽ എനിക്ക് മുന്നമേ സംസാരിച്ച സഹോദരി ഓർപ്പിച്ചതുപോലെ 24-ാം തീയതി പാലക്കാട് ജില്ലയിൽ നിന്നും സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ആരംഭിച്ച യാത്ര കേരളത്തിന്റെ 14 ജില്ലകളിലൂടെ കടന്നുപോകുകയാണ്. ഇനിയും അടുത്ത ജില്ലകളിലേക്ക് ഞങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് അല്പസമയം ഇവിടെ നിങ്ങൾ കേട്ട ഗാനത്തിലൂടെ, നിങ്ങൾ കണ്ട ആക്ഷൻ സോങ്ങിലൂടെ, ഇനി നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന ലഘു സന്ദേശത്തിലൂടെ, ഞങ്ങളുടെ ജീവിത അനുഭവത്തിലൂടെ നിങ്ങളോട് പങ്കുവെക്കുവാനുള്ള ഒരു സത്വർത്തമാനം ശ്രവിക്കാനായി നിങ്ങളുടെ ഏവരുടെയും വിലപ്പെട്ട യാത്രയുടെ അല്പസമയം ഇവിടേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു ഫ്ലെക്സ് ബോർഡ് കാണുവാൻ കഴിയും. ജീവിതം അഭിനയമോ അനുഭവമോ? കേരളം എന്ന് വെച്ചാൽ ദൈവങ്ങളുടെ നാടെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ നാട് കലാപരമായും കായികപരമായും രാഷ്ട്രീയപരമായും ഒക്കെ വളരെ അത്യുച്ച കോടിയിലെത്തി എന്ന് നാം അവകാശപ്പെടുമ്പോഴും മനുഷ്യൻ മൃഗസമാനമായി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയല്ലേ എന്ന് ന്യായമായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ഇന്നലത്തെ ദിവസം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ബർത്ത്ഡേ ആഘോഷിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം ഡിസംബർ മാസത്തിന്റെ പ്രത്യേകത. ജനനമെന്ന 3 അക്ഷരത്തിലൂടെ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ മനുഷ്യനും വളരുന്ന ലോകം, വളർത്തുന്ന ലോകം, വളരെ സ്വപ്നങ്ങൾ കണ്ട് വളരുന്ന തലമുറകൾ, പ്രതീക്ഷയോടെ വളർത്ത് വലുതാക്കുന്ന മാതാപിതാക്കൾ, അവരൊക്കെ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയിലും ഒക്കെ 4 ഭിത്തിക്കകത്ത് ആരോട് പറയണം, എന്തിനു പറയണം എന്നുള്ള ചിന്തയോടെ കണ്ണുനീരോടെ ആയിരിക്കുന്ന അനുഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയരെ, ഈ യാത്രയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അനവധി നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം എവിടെ, എങ്ങനെ എന്നുള്ള ചോദ്യവും അന്വേഷണവും അനേകര് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നു, എന്റെ പ്രശ്നത്തിൽ നിന്ന് അല്പസമയം മാറി നിൽക്കുവാൻ അല്പം മദ്യം കഴിച്ചാൽ ആശ്വാസമാകും. അങ്ങനെ ചിലര് പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മദ്യം രുചിക്കുന്നു, പിന്നീട് മദ്യം അതിന് അഡിക്റ്റ് ആകുന്നു. അതെ, അങ്ങനെ ആ മദ്യം എന്ന ആ വലിയ ബന്ധനത്തിലൂടെ ബന്ധിക്കപ്പെട്ട് ആ തലമുറ അല്ലെങ്കിൽ ആ കുടുംബം സമൂഹത്തിൽ അതേ ധാരണമായി നശിക്കുന്നു. മദ്യം ആരെയും നന്നാക്കിയ ചരിത്രമില്ല. നമുക്കറിയാം, മദ്യക്കുപ്പി അത് വാങ്ങിച്ചു നോക്കിയാൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മദ്യപാന ഹാനികരമാണ്. പ്രിയരെ, ആഘോഷങ്ങളാണ്, ആഘോഷത്തിന് കുപ്പിയില്ലെങ്കിൽ ആഘോഷം ആകത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ നായ്ക്കളില്ലേ? ഇന്ന് വില കൊടുത്താൽ വാങ്ങിക്കാൻ കിട്ടുന്ന നായ്ക്കളില്ലേ? ഇന്ന് പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബർത്ത്ഡേക്ക് സൈക്കിളോ അല്ലെങ്കിൽ പാവകളോ ഒക്കെ കൊടുത്തോണ്ടിരുന്ന നാട്ടിൽ ഇപ്പൊ ബർത്ത്ഡേക്ക് പട്ടിക്കുഞ്ഞിനെ വരെ കൊടുക്കുന്നു എന്ന് കേട്ട് കേൾവി. കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക്. അപ്പോ ഈ നായ്ക്കളെ സ്നേഹിക്കുന്ന നാട്ടിലുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, ബർത്ത്ഡേ ദിവസം അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ദിവസം നമ്മുടെ നാട്ടിലെ ബിവറേജിൽ നിന്ന് നല്ല വില കൂടിയ മദ്യം വാങ്ങി
ഒരു ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നാട്ടിലുള്ള നായ്ക്കളെ വിളിച്ചു കൂട്ടിയിട്ട് അല്പം ആഘോഷത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾ സേവിച്ചോളാൻ പറഞ്ഞാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മുടെ നാട്ടിൽ മിൽമയുണ്ടല്ലോ, മിൽമയിൽ നിന്ന് കുറെ കവർ പാലോ അല്ലെങ്കിൽ നമ്മുടെ നാടൻ പാലോ കൊണ്ടുവന്നിട്ട് ആ മദ്യം വെച്ചിരിക്കുന്ന ടേബിളിൽ നിറച്ച് പാലും വെച്ചിട്ട് ഈ ആഘോഷത്തിൽ പങ്കാളികളാകാൻ നായ്ക്കളെ വിളിച്ചിട്ട് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞാൽ നായ്ക്കൾ എടുക്കുന്നത് പാലായിരിക്കുമോ മദ്യമായിരിക്കുമോ? വിദ്യാഭ്യാസമില്ലാത്ത, വിവരമില്ലാത്ത, ജ്ഞാനമില്ലാത്ത, വകതിരുമില്ലാത്ത മൃഗമെടുക്കുന്നത് പാലായിരിക്കത്തില്ലേ? ആഘോഷത്തിന്റെ പേരിൽ പാല് വാങ്ങിക്കുന്നതിനേക്കാൾ അധികം ക്യൂ നമുക്ക് കാണുവാൻ കഴിയുന്നത് ബിവറേജിന്റെ മുമ്പിലല്ലേ? വിദ്യാഭ്യാസവും സംസ്കാരവും വകതിരിവുമുള്ള മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തായിരിക്കുന്ന ശ്രോതാക്കളെ, മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് നാടിനും നാട്ടാർക്കും വീടിനും അതേ തലവേദനയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാ? മദ്യമെന്ന വിപത്ത് നമ്മുടെ നാട്ടിൽ വരുത്തി വയ്ക്കുന്ന വിനകൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയല്ലേ? ഒരു ബർത്ത്ഡേ ദിവസം മകൻ ചോദിച്ച ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു. മകൻ പറഞ്ഞു പോരാ, ഇന്ന് ആഡംബര കാറ്, വില കൂടിയ കാറ് വാങ്ങിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ലാളിച്ചു വളർത്തിയ പിതാവിന് പരിമിതി ഉണ്ടായിരുന്നു. ആ പിതാവിന് അത് സാധിക്കാതെ വന്നപ്പോൾ ആ പിതാവും മകനും വാക്കുതർക്കത്തിലായി. ഒടുവിൽ ആ പിതാവ് കൃത്യം ചെയ്യേണ്ടതായി വന്നില്ലേ? കമ്പിപ്പാര കൊണ്ട് ലാളിച്ചു വളർത്തി വലുതാക്കിയ മകനെ അതേ കൊന്നു കളയേണ്ടി വന്നില്ലേ? തീർന്നില്ല. അടുത്ത ദിവസം നിയമം പഠിച്ച് നാളെ അനേകരുടെ പ്രശ്നം പരിഹരിക്കേണ്ട അഡ്വക്കേറ്റായ ഒരു മകൻ വീട്ടിലെ സാമ്പത്തിക തർക്കം കലാപത്തിലെത്തി. അതേ പാലൂട്ടി വളർത്തിയ മാതാവിനെയും കൈപിടിച്ച് നടത്തി വളർത്തി വലുതാക്കിയ പിതാവിനെയും അറവുശാലയിൽ അതേ മൃഗത്തെ അറക്കുന്നത് പോലെ കത്തിമുനയിൽ കുത്തി വീഴ്ത്തി ആ പിതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടില്ലേ? തീർന്നില്ല. ഭാര്യയും മകളും വീട്ടിലില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ലൈംഗിക തൊഴിലാളിയെ വാടകയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദിച്ച പണം കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ഇരുളിന്റെ മറവിൽ കൊന്നു തള്ളിയ ചരിത്രം നമ്മുടെ നാടിനില്ലേ? എന്തിനേറെ പറയണം, ബിഷപ്പിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ചില പ്രിയപ്പെട്ടവരെ ചില ആൾക്കാർ പട്ടിയെ തല്ലി കൊല്ലുന്നത് പോലെ കഴിഞ്ഞ ദിവസം പാലക്കാടിന്റെ മണ്ണിൽ ഒരാളെ അതേ കൊന്നു തള്ളിയില്ലേ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പ്രിയരെ, വിദ്യാഭ്യാസവും ജ്ഞാനവും വിവേകവും വകതിരിവും ഒക്കെയുള്ള നമ്മുടെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാ? വാർദ്ധക്യത്തിലായിരിക്കുന്ന എത്രയോ മാതാപിതാക്കൾ തങ്ങളുടെ തലമുറകളുടെ പോക്ക് മുഖാന്തരം ഭാരത്തോടെ നിരാശയോടെ കഴിയുന്നു. വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? കാരണം എന്താ? ഇവിടെ രോഗികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊക്കെ കാരണം എന്താ? പ്രിയരെ, ഞാൻ മദ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഓർമ്മയിൽ വന്നത് പറഞ്ഞതേ ഉള്ളൂ. മദ്യപാനം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമല്ല. മദ്യാസക്തിയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾ നിമിത്തം ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുവാൻ ഇവിടുത്തെ കണ്ടുപിടുത്തങ്ങൾക്കോ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കോ ഒന്നും കഴിയാതിരിക്കുമ്പോൾ ഒരു കാലത്ത് മദ്യം രുചിച്ചു നോക്കി മദ്യലഹരിയിൽ അതേ മാതാവിനോടും പിതാവിനോടും അസഭ്യം പറഞ്ഞ് നാടിനും നാട്ടാർക്കും വീടിനും തലവേദനയായിരുന്ന ഞാൻ എന്ന വ്യക്തിയെ ഇന്ന് നല്ല ഭർത്താവായി, നല്ല മകനായി, നല്ല പിതാവായി ഈ തെരുവിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിപ്പാൻ ഇടയായി തീർന്നത് ഇതുപോലൊരു സന്ദേശമാണ് എന്നെ രൂപാന്തരപ്പെടുത്തിയത്. അതുകൊണ്ട് ഭർത്താവിന്റെ മദ്യപാനമോ
സഹോദരന്റെ മദ്യപാനമോ അയൽപക്കത്തെ യുവാവിന്റെ മദ്യപാനമോ നിമിത്തം ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ വിചാരിക്കുന്നു അപ്പനെ കൊന്നാൽ, അമ്മയെ കൊന്നാൽ, ഭാര്യയെ കൊന്നാൽ, അതേ അയൽവക്കക്കാരെ കൊന്നാൽ എന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന. അങ്ങനെ എത്ര കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നു. ചിലർ വിചാരിക്കുന്നു നരബലി കഴിച്ചാൽ അതേ പ്രശ്നം പരിഹരിക്കുമെന്ന്. അയ്യോ, കൊലപാതകം പ്രശ്നത്തിന് പരിഹാരമല്ല കേട്ടോ. ചിലർ വിചാരിക്കുന്നു ആത്മഹത്യ ചെയ്താൽ, ചില മക്കൾ അങ്ങനല്ലേ, എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിച്ച് 4 പേർ അറിഞ്ഞു, സമൂഹം അറിഞ്ഞു എന്ന് കഴിഞ്ഞാൽ ചോദ്യം ചെയ്താൽ ആത്മഹത്യ. അത് പ്രായഭേദമന്യേ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു സർവ്വസാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു അല്ലേ. ഭർത്താവിനോട് പിണങ്ങി, ഭാര്യയോട് പിണങ്ങി, അപ്പനോട് പിണങ്ങി, അമ്മയോട് പിണങ്ങി, അല്ല അധ്യാപകരോട് പിണങ്ങി, അല്ല എന്തെങ്കിലും ചോദ്യം ചെയ്താൽ ഇന്നത്തെ തലമുറ എന്താ ചെയ്യുന്നത്? ആത്മഹത്യ. പ്രിയരെ, ആത്മഹത്യ പരിഹാരമല്ല കേട്ടോ. ചിലര് വിചാരിക്കുന്നു ഒളിച്ചോടിയ രക്ഷപ്പെടാതാണ്. അല്ലെ, ഇന്നത്തെ നമ്മുടെ തലമുറകളൊക്കെ ലാളിച്ച് വളർത്തി വലുതാക്കിയ ആ മാതാപിതാക്കളെ കണ്ണുനീരിലാക്കി അതേ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ എങ്ങനെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലോ ഒക്കെ പരിചയപ്പെട്ട് അതാണ് വലുതെന്ന് ചിന്തിച്ച് അതേ മാതാക്കളെ, പിതാക്കളെ അതേ കണ്ണിന് മറയിട്ട് പോയ ആ യൗവനക്കാര് അവിടെ ഇവിടങ്ങളിൽ പൊലിഞ്ഞു പോയി അല്ലേ. കോടതിയില് കേസെത്തി, സ്റ്റേഷനിൽ വെച്ച് അപ്പന്റെ കൂടെ പോണോ അമ്മയുടെ കൂടെ പോണോ എന്ന് ചോദിക്കുമ്പോ പറയും അതേ ഇവന്റെ കൂടെ പോയാ മതി, അല്ല ഇവളുടെ കൂടെ പോയാ മതി. ഇന്നത്തെ തലമുറയുടെ പോക്ക് എങ്ങോട്ടാ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ അയൽവക്കത്ത് സംഭവിക്കുമ്പോ ഇത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാൻ പറ്റുമോ? അതെ, അടുത്ത ദിവസം പത്രത്താളുകളിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമല്ലേ. അതുകൊണ്ട് ഈ യാത്രയിൽ ഈ സന്ദേശം ചുരുക്കമായി നിങ്ങളോട് പങ്കുവെച്ച് അടുത്ത ഗ്രാമത്തിലേക്ക്, അടുത്ത പട്ടണങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഒരു സ്റ്റേജിലല്ല, ഈ വഴിയുടെ ഓരത്താണെന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. പ്രിയരെ, വയലൂരിൽ എന്ന ഈ ഗ്രാമത്തിൽ ഈ ജംഗ്ഷനിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയട്ടെ. ഈ മണ്ണിനൊരു ചരിത്രമില്ലേ? ഈ മണ്ണിന് നമ്മോട് പറയുവാൻ ഒത്തിരി കാര്യങ്ങളില്ലേ? ഈ വഴികൾ വികസിച്ചില്ലേ? പണ്ടിങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇതുവഴി ഒത്തിരി വാഹനങ്ങൾ ഓടുന്നില്ലേ? ഒത്തിരി കാൽനടക്കാർ കടന്നു പോകുന്നില്ലേ? അപ്പോ ഈ മണ്ണിന് നമ്മോട് പറയാൻ ഒത്തിരി ചരിത്രമുണ്ടല്ലേ? ഒത്തിരി യാത്രക്കാരെ കടത്തിവിട്ട പാതയല്ലേ ഇത്? ഇവിടെ വ്യാപാരങ്ങൾ ചെയ്യുന്നവരോട് ചോദിച്ചാൽ അവർക്ക് ഒത്തിരി ചരിത്രങ്ങൾ പറയാനില്ലേ? റോഡിന് വികസനമുണ്ടായി, അതോടൊപ്പം ഈ കടകളിൽ വ്യാപാരം ചെയ്യുന്നവരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ ഇങ്ങനല്ല ആരംഭിച്ചത്, ഞങ്ങൾ ആരംഭിച്ചെടുത്തു നിന്ന് ഇത്രത്തോളം എത്തുവാൻ ഇതിന്റെ പിന്നിൽ ഒത്തിരി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ ഈ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഈശ്വര വിശ്വാസമുള്ള ചില ആളുകൾ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ബോധ്യമാകും അല്ലെ. ചില സിംബലുകളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കഴിയുന്നത് അതല്ലേ. അപ്പോ വ്യത്യസ്ത വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒരുമിച്ച് ജീവിച്ച ഒരു പ്രദേശമാണ് ഈ പ്രദേശമെന്ന് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. കാലം മാറി, വഴികൾ വികസിച്ചു, ജീവിതത്തിന്റെ വേഗത കൂടി. അതുകൊണ്ടല്ലേ ആക്സിഡന്റുകൾ വർദ്ധിക്കുന്നത്? സുബോധത്തോടെ ലൈസൻസ് എടുത്ത് ശ്രദ്ധയോടുകൂടെ വാഹനം ഓടിച്ചു പോയാലും ഹെൽമറ്റ് വെക്കാതെ ഓടിക്കും അല്ലേ. ഹെൽമറ്റ് വെക്കണമെന്നുള്ളത് നിയമമാണ്. എന്തിനാ? ആക്സിഡന്റുകൾ ഉണ്ടാകാം. ആക്സിഡന്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഹൈടെക് റോഡുകളൊക്കെ വന്നു, വാഹനം വളരെ വേഗത്തിലാണ് പോകുന്നത്. അപ്പൊ ഹെൽമറ്റ് വെച്ചില്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായാല് തല പോയി റോഡിലടിച്ച് മരണം സംഭവിക്കും. അതുകൊണ്ട് നിയമം എന്തിനാ കൊണ്ടുവന്നേ? നമ്മുടെ സുരക്ഷയ്ക്കല്ലേ. പ്രിയരെ, ശ്രദ്ധിക്കണമേ. ഇവിടെ
കാലം മാറിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം നമ്മുടെ നാടിന് വികസനം അതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇത്രയൊക്കെ മാറ്റങ്ങൾ, നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ കഴിഞ്ഞു. സന്തോഷമല്ലേ? ഇന്ത്യ എന്ന മഹത്തായ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തു. ആണ്ടിൽ നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എത്ര പേർക്ക് സമാധാനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, സന്തോഷമുണ്ട്? ആഘോഷങ്ങളൊക്കെ ആണ്ടിൽ നടക്കുന്നുണ്ടെങ്കിലും വ്യക്തിപരമാകുന്ന ജീവിതത്തിൽ എന്തില്ല? സ്വാതന്ത്ര്യമില്ല, സമാധാനമില്ല, സന്തോഷമില്ല. ഇതാ സർവജനത്തിനും വലിയ സന്തോഷമുണ്ടാക്കുന്ന സുവിശേഷം. എന്താ സുവിശേഷം? നല്ല വാർത്തയാണ്, ഗുഡ് ന്യൂസ് ആണ്. ഒരു കാലത്ത് മദ്യത്തിനോ മയക്കുമരുന്നിനോ ദുശീലങ്ങൾക്കോ അല്ലെങ്കിൽ കൊലപാതക ചിന്തകൾക്കോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ കഴിയാതായപ്പോൾ, ഈ ലോകം നൽകാത്ത സമാധാനവും സന്തോഷവും അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയായി. അത് ഞങ്ങളിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കാതെ പ്രശ്നത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഒരു കൽപ്പന, ഒരു നിയോഗം ഞങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടാണ് ഈ സമയം ഈ തെരുവിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇന്ന് വയലൂരിൽ പറയാൻ വന്ന വാർത്ത ഇതാണ്. പ്രിയരെ, വയലൂർ ഒരിക്കൽ ബന്ധങ്ങളുടെ ഭൂമിയായിരുന്നു, അല്ലെ? സാഹോദര്യങ്ങളുള്ള നാടായിരുന്നു. പക്ഷെ ഇന്ന് പല ബന്ധങ്ങളും ബന്ധനങ്ങളായി കൊണ്ടിരിക്കുകയല്ലേ? ആർക്കും ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടങ്ങളിലൂടെ അല്ലേ ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്? അയൽവാസികൾ കുടുംബക്കാരായിരുന്നു, അല്ലേ? ഒരു കാലത്ത്. ഇന്ന് അയൽവാസികൾ കുടുംബങ്ങളാകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. എത്ര ദൂരത്തിൽ പോയി പാർക്കാൻ സാധിക്കുമോ അത്രയും ദൂരത്തേക്ക് സഹോദരങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സഹോദരങ്ങൾ തമ്മിൽ ഒരുമിച്ച് ഇരിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലത്തൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ചോദിച്ചത്, പ്രശ്നകലുഷിതമായ ഈ ഭൂമിയിൽ ആർക്കാണ് ഞങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങളെ വിമോചിതരാക്കുവാൻ കഴിയുന്നത്? അവർ എല്ലാ സന്ധ്യായാമങ്ങളിലും ഈശ്വര വിശ്വാസത്തോടെ വിളക്കുകളൊക്കെ തെളിയിച്ച് അവർ നിലവിളിക്കുമായിരുന്നു, തമസോമ ജ്യോതിർഗമയ, ഇരുൾ വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ വെളിച്ചമായ ദൈവമേ, അങ്ങ് എവിടെയാണ്? അങ്ങയ്ക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ അതേ സമാധാനപരമായ ഒരു ജീവിതം നൽകുവാൻ കഴിയത്തുള്ളൂ. അതെന്താ? ഇരുള് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്കുണ്ടാകുന്ന മക്കളുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കേ. ഇന്ന് അനേക കുഞ്ഞുങ്ങൾ പെരുവഴിയിലാകാൻ കാരണം എന്താണെന്നറിയോ? ഇന്ന് അനേക തലമുറകൾ ക്രിമിനൽ കേസുകളിൽ ഇരകളാകാൻ കാരണമെന്തെന്നറിയോ? കൂട്ടുകൂടി ഇമ്പമായി വാഴേണ്ട ഭൂമിയിലെ സ്വർഗമായ ഓരോ ഭവനങ്ങളും ഇരുളില. അതുകൊണ്ട് ഭവനങ്ങൾ നരക തുല്യമായ ജീവിതം നയിക്കുന്നത് കൊണ്ട് അവർ സമൂഹത്തിന് കൊള്ളരുതാത്തവരായി മാറുന്നു. പ്രിയരെ, നമ്മുടെ വീട് വെളിച്ചമുള്ള വീടുകളായി മാറണ്ടേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംശയിക്കുന്നു, സംശയത്തിന്റെ പേരിൽ കെട്ടിത്തൂക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, വിഷം കൊടുക്കുന്നു, അല്ലേ? അപ്പോ ഈ നാട്ടിൽ ഇനി പരസ്പരം മനസ്സിലാക്കാത്ത, സ്നേഹിക്കാത്ത, കരുതാത്ത ഒരു കുടുംബങ്ങൾ പോലും ഉണ്ടാകരുത്. പരസ്പരം മനസ്സിലാക്കുന്ന, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സപ്പോർട്ടാകുന്ന, താങ്ങാകുന്ന, തണലാകുന്ന ഭൂമിയിലെ സ്വർഗമായ ഓരോ ഭവനങ്ങളും മാറ്റപ്പെടണമെങ്കിൽ
ഭവനത്തിൽ വെളിച്ചം വേണം. അതുകൊണ്ടാ പൂർവികർ ചോദിച്ചത്. അവരുടെ ഇടയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തെ മറികടക്കുവാൻ അവർ മദ്യപാനമല്ല കയ്യിലെടുത്തത്, കൊലപാതകമല്ല കയ്യിലെടുത്തത്. അവർ ഈശ്വര ചിന്തയിലുള്ള ജീവിതം നയിച്ചവരായിരുന്നു. ഇന്നത്തെ ജീവിതത്തിന്റെ തിരക്കിട്ട യാത്രയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവിക ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനോ മനുഷ്യന് സമയമില്ല. വെട്ടിപ്പിടിക്കണമെന്നുള്ള വ്യഗ്രതയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പൊലിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ മുഖാന്തരം സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീരും ദുഃഖങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ. പ്രിയരെ, നമുക്കൊക്കെ മക്കളുണ്ടല്ലേ? മക്കളൊക്കെ നന്നായി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത്? എല്ലാവരും അതിനുവേണ്ടിയല്ലേ കഷ്ടപ്പെടുന്നേ? ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും നമ്മുടെ തലമുറ നന്നാകുന്നില്ല. എവിടെയാണ് കുഴപ്പം? ആർക്കാണ് കുഴപ്പം? പ്രിയരെ, അസത്യം വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ സത്യവാനായ ദൈവമേ, അസത്തോമ സത്യമയ മൃത്യോമ അമൃതംഗമയ, സത്യത്തിൽ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് നയിക്കുന്ന ആരാണ്? പഴമക്കാർ പറഞ്ഞു അത് ദൈവത്തിനെ കഴിയത്തുള്ളൂ. മൃത്യോമ അമൃതംഗമയ, മരണം വാഴുന്ന ലോകത്തിൽ സാക്ഷാൽ ജീവനായ ദൈവമേ അങ്ങെവിടെയാണ്? ജനനമെന്ന 3 അക്ഷരത്തിലൂടെ എല്ലാവരെയും കുടുകുടാ ചിരിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും വളരുന്ന ലോകം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കണ്ട് അവരും തകർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നു, മരണം 3 അക്ഷരമെന്ന ആ യാഥാർത്ഥ്യം ക്ഷണിക്കാതെ ജീവിതത്തിൽ കടന്നു വരും. മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ല. ഒരിക്കൽ ജനിച്ചാൽ നിശ്ചയമായും മരണം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് പല രൂപത്തിലാണ്, അത് പല ഭാവത്തിലാണ്. പ്രിയരെ, ഇവിടെ ജനിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും എപ്പോ മരിക്കണമെന്ന് തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കും, അല്ലെ? ആത്മഹത്യ ചെയ്യാം. ഇന്ന് ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് ഞാൻ മരിക്കാം. ആത്മഹത്യ കൂടാതെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ജീവിതം, ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും പ്രശ്നങ്ങളിലൂടെ, പ്രതികൂലങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ മറികടക്കുവാൻ ശ്രമിക്കാറുണ്ട്. ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമ്പോഴാണ് ഇനി ജീവിതം മടുത്തു, എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നത്. നിങ്ങളിൽ ഒരുവനായി കണ്ണൂർ ജില്ലയിൽ അതേ പെരുമ്പട വന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എന്റെ ജീവിതത്തിലും അതേ ചില പ്രശ്നങ്ങൾ കടന്നു വന്നു, ചില പ്രതിസന്ധികൾ കടന്നു വന്നു. ഞാനും നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചു, എന്തിന് ജീവിക്കണം? കൂട്ടുകെട്ട് ശ്രമിച്ചു നോക്കി, മദ്യപിച്ചു നോക്കി, കഞ്ചാവ് വലിച്ചു നോക്കി. ഇതുകൊണ്ടൊന്നും എന്റെ കാശിലെ പണം തീരുന്നതല്ലാതെ ഞാൻ ആഗ്രഹിച്ച സമാധാനമോ സന്തോഷമോ എനിക്ക് ലഭിച്ചില്ല. ഒടുവിൽ ഞാൻ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചു. ആ ആത്മഹത്യ ചെയ്ത് അന്ന് ഈ ലോകം വിട്ട് ഞാൻ പോയിരുന്നെങ്കിൽ എനിക്കൊരു നല്ല ഭർത്താവാകുവാൻ കഴിയില്ലായിരുന്നു, എനിക്ക് നല്ലൊരു പിതാവാകുവാൻ കഴിയില്ലായിരുന്നു, എനിക്ക് നല്ല ഒരു മകനാകുവാൻ കഴിയുകയില്ലായിരുന്നു, എനിക്ക് നല്ല ഒരു സഹോദരനാകുവാൻ കഴിയുകയില്ലായിരുന്നു. അതെ, ഞാൻ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ഇരുളിന്റെ മറവിൽ വ്യാപരിക്കുന്ന തിന്മയുടെ ആത്മാവ് എന്നെ വശീകരിച്ച് പാപത്തിലേക്ക് വലിച്ചപ്പോ പാപത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ച് സാക്ഷാൽ വെളിച്ചമായ സർവേശ്വരനായ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, സാക്ഷാൽ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ ഇന്നേക്ക് 2025 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ഒരുവൻ ജനിച്ചു. ഒരു മതപ്രഭാഷകനായിട്ടല്ല, ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടല്ല, ഒരു നല്ല നവോത്ഥാനത്തിന് വേണ്ടി മാനവകുലത്തിന് സമാധാനം നൽകുവാൻ, സന്തോഷം നൽകുവാൻ, പ്രത്യാശ നൽകുവാൻ ഈ ഭൂമിയിൽ എഴുതപ്പെട്ടതുപോലെ ജനിച്ച, എഴുതപ്പെട്ടതുപോലെ മരിച്ച, മരണം കൊണ്ട് ജീവിതം അവസാനിച്ചില്ല, മരണത്തിനപ്പുറവും ഒരു ജീവിതമുണ്ടെന്ന് മാനവകുലത്തിന് വെളിപ്പെടുത്തിയ വ്യക്തിപ്രഭ, ആ വ്യക്തിപ്രഭയാണ് എന്നെ ഞാനാക്കി മാറ്റി സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ഒരു മാതൃക കാണിച്ചു തന്നത്. ആ ദിവ്യ പുരുഷനെ
ജീവിതാനുഭവത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ഇന്ന് നമ്മുടെ ചുറ്റുപാടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? കുടുംബ ബന്ധങ്ങൾ തകരുന്നു. യുവാക്കൾ ലക്ഷ്യബോധമില്ലാതെ. ഈ അടുത്ത കാലത്ത് യാത്രയിൽ പരിചയപ്പെട്ട ഒരു പിതാവ് എന്നോട് പറഞ്ഞു, എന്റെ മകനെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ട് ഞാൻ വിട്ടു. എന്റെ ആഗ്രഹം അവൻ നല്ലൊരു എഞ്ചിനീയറായി കാണണമെന്ന്. ആ കോളേജിൽ അഡ്മിഷന് വേണ്ടി അവർ ചോദിച്ച പണം കൊണ്ട് കൊടുത്തു. മാസാമാസം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാൻ അവർ ചോദിച്ച ഫീസ് കൊടുത്തു. വീട്ടിൽ നിന്ന് പോയി വരാൻ ദൂരെ കൂടുതലും, അതെ, അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന റോഡുകളിലൂടെ സ്വന്തം വാഹനം ഓടിച്ചു പോകുന്നത് അതെ അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കി ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് ഹോസ്റ്റലിലാക്കി. ഹോസ്റ്റലിലെ ഫുഡ് അത്ര നല്ലതല്ലെന്ന് മനസ്സിലായപ്പോൾ നല്ല ഫുഡ് കഴിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ ആ പിതാവ് ആ മകനെ നല്ല ഒരു എഞ്ചിനീയറായി കാണുവാൻ പ്രതീക്ഷയോടെ അതേ കോളേജിലേക്ക് പറഞ്ഞയച്ചു. ആവശ്യത്തിലധികം പണം കൊടുത്തു, ചോദിച്ചതിലധികം അതേ നന്മകൾ കൊടുത്തു. എന്നാൽ മകന്റെ പഠനം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കയ്യിലേക്ക് വരുന്ന സമയമായപ്പോൾ മകന് സർട്ടിഫിക്കറ്റ് ലഭിക്കത്തില്ല. കാരണം അന്വേഷിച്ചപ്പോൾ എക്സാം എഴുതി പലതിലും ഫെയിലായി. അതുകൊണ്ട് ഇനി സർട്ടിഫിക്കറ്റ് ലഭിക്കണമെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോ മകനോട് ചോദിച്ചു, എന്തു പറ്റി? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഞാൻ ശ്രമിച്ചു നോക്കി, എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ആ പിതാവ് വളരെ വേദനയോടെ നിരാശയോടെ ആയിരിക്കുന്ന സമയത്ത് ജീവിതം മരവിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്വാധീനിച്ചു. ഇവിടെ ജനിക്കുന്ന ഓരോ മനുഷ്യനെ കുറിച്ചും അവൻ ജനിക്കുന്നതിന് മുമ്പേ അവൻ ആരായി തീരണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയതുപോലെ അത് സംഭവിക്കത്തുള്ളൂ. അതിനെ മാറ്റുവാൻ, അതിനെ മറിക്കുവാൻ ആർക്കും കഴിയത്തില്ല. പ്രിയരെ, അത് ശ്രമിക്കുമ്പോഴാണ് ജീവിതം പരാജയപ്പെടുന്നത്. നമുക്കറിയാം, നിയമങ്ങൾ എക്കാലത്ത് നല്ലതാണ്. ആ നിയമവശങ്ങൾ പാലിച്ചു പോയാൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ തലമുറകൾ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾക്ക് ഒത്തവണ്ണം വളർന്നു വരുവാൻ കഴിയാതായിരിക്കുമ്പോൾ, മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് കഴിയുമ്പോൾ അനേക മാതാപിതാക്കൾ കണ്ണുനീരിലും ദുഃഖത്തിലും നിരാശയുമായി കൊണ്ടിരിക്കുകയാ. അതെ, കാളവണ്ടി യുഗത്തിൽ നിന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മൾ നമ്മുടെ വീടുകളിലുള്ള മൊബൈൽ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് പരസ്പരം മനസ്സിലാക്കാനോ സംസാരിക്കാനോ ഒന്നും സമയമില്ല. എല്ലാം അതേ മൊബൈലിലൂടെ കാര്യങ്ങൾ പര്യവസാനിപ്പിക്കുകയാ. അല്ലെ, മൊബൈൽ ഫ്രീസറിനകത്ത് ബോഡി കൊണ്ടുവച്ച് വേഗത്തിൽ ജീവിതം എന്ത് ചെയ്യുക, അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. അപ്പോൾ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മരണം നിശ്ചയമാ, സമയം നിശ്ചയമല്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴാ മൊബൈൽ ഫ്രീസർ വരുന്നതെന്ന് അറിയത്തില്ല, എപ്പോഴാ പന്തൽ ഉയരുന്നതെന്ന് അറിയത്തില്ല. കല്യാണത്തിന് വേണ്ടിയല്ല, ബർത്ത്ഡേക്ക് വേണ്ടിയല്ല. അതെ, നാം മരണമെന്ന പ്രതിഭാസത്തിലൂടെ കടന്നു പോകുന്നത്. അതെ പ്രിയരെ, അത് ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ ജനിച്ച മനുഷ്യൻ ഒരിക്കൽ മരിക്കുക തന്നെ നിശ്ചയമാണ്. എന്നാൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ടൈമിൽ നാം അറിയേണ്ട ചില യാഥാർത്ഥ്യം, ചില സത്യങ്ങൾ. നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ നമ്മൾ ഉരുവായപ്പോ എന്റെ മാതാവ് ഇതാണെന്ന് ആ മാതാവിന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് അറിയില്ലായിരുന്നു. എന്നാൽ മാതാവിനറിയാം, ചില ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ കഴിഞ്ഞാൽ
എന്റെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് വെളിയിൽ വരുമെന്ന്. ആ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനു വേണ്ടി ആ മാതാവ് എത്രമാത്രം കഷ്ടം സഹിച്ചു, എത്രമാത്രം വേദന സഹിച്ചു. ഇതൊന്നും അറിയാത്ത കുഞ്ഞ് വെളിയിൽ വന്നു കഴിയുമ്പോ അമ്മയോട് ചോദിക്കുക, അതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും, നിങ്ങൾക്ക് എന്ത് അവകാശമാ എന്നെ ചോദ്യം ചെയ്യാം. അന്ന് ഈ ഉദരത്തിൽ കിടന്ന കുഞ്ഞിനു വേണ്ടി ഈ അമ്മ എത്ര കഷ്ടം സഹിച്ചു. ഇതൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് എന്തല്ല, പ്രശ്നമല്ല. പ്രിയരെ, ഇന്ന് മാതാക്കൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയാൻ തയ്യാറാകുന്നു, അല്ലെ? കടൽക്കരയിൽ എറിഞ്ഞു കൊല്ലാൻ, അതെ സമുദ്രത്തിൽ എറിഞ്ഞു കൊല്ലാൻ മടിയില്ലാത്ത മാതാപിതാക്കളും ഉണ്ടെന്ന്. അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യന്റെ ചിന്താഗതികൾക്കെല്ലാം എന്ത് ചെയ്തു? മാറ്റം വന്നു. പക്ഷേ അത് നേട്ടത്തെക്കാൾ അധികം നാശങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയരെ, മരണം ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പ് അറിയേണ്ട ചില യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ചിലർ ചോദിക്കാറുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ ഈ ഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിപ്രഭ, അത് മറ്റാരുമല്ല, ലോകത്തിന്റെ മധ്യസ്ഥാനമായി പാലസ്തീനായി ജനിച്ച കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇരുളിലായിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കാണുവാൻ സാക്ഷാൽ വെളിച്ചമായവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരണമായിരുന്നു. ഇരുളിൽ നിന്ന ജനം വെളിച്ചം കണ്ടത് ആ യേശുവിലൂടെയാണ്. അതാണ് മഹർഷിമാർ ചോദിച്ച ചോദ്യം, തമസോമാ ജ്യോതിർഗമയ, സാക്ഷാൽ ഇരുൾ വാഴുന്ന ലോകത്തിൽ വെളിച്ചമായ ദൈവമേ അങ്ങ് എവിടെയാ? ആ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ് യേശു ജനിച്ചത്. ഒരു മതം സ്ഥാപിക്കുവാനല്ല, ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രം നേതാവായിരിക്കുവാനല്ല, മനുഷ്യനായി പിറന്ന സകലരും വെളിച്ചമുള്ളവരായി മാറണം. അതുകൊണ്ട് ഈ വലംപൂർ ദേശത്ത് ഇരുളിന് സമാനമായ അനുഭവത്തിൽ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ വെളിച്ചത്തിലേക്ക് നയിപ്പാൻ, നിങ്ങളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ പ്രതീക്ഷയുള്ള ജീവിതത്തിന് ഉടമകളാക്കി മാറ്റുവാനാണ് യേശു ജനിച്ചത്. യേശു ജനിച്ചത് കൊണ്ട് എന്ത് നേട്ടമുണ്ടായി എന്ന് ചോദിച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം. ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചത് കൊണ്ട് ഇന്ത്യക്കാർക്ക് എന്ത് കിട്ടി? സ്വാതന്ത്ര്യം കിട്ടിയില്ല. അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അദ്ദേഹത്തിന്റെ അകത്തെ ചിന്തകൾ, ആശയങ്ങൾ സമൂഹത്ത് അതേ പ്രവൃത്തിപഥത്തിൽ എത്തിച്ചപ്പോഴല്ലേ നമ്മുടെ ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യയായി മാറിയത്. അത് കേവലം ഇന്ത്യക്ക് മാത്രമായിരുന്നു. എന്നാൽ യേശുവിന്റെ ജനനം ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല, മുഴു ലോകത്തിനു വേണ്ടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് വേണ്ടി മാത്രമല്ല യേശു ജനിച്ചത്, ഈ നാട്ടിലായിരിക്കുന്ന നിങ്ങൾക്കും കൂടിയാണ്. പ്രിയമുള്ളവരെ, ആ യേശുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് രുചിച്ചറിയുവാനിടയായി. ആ സ്നേഹം നിങ്ങളോടും പങ്കുവെക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പ്രിയരെ, യേശുവിന്റെ ജനനം, ഈ ലോക ജീവിതം, ഇവിടെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവുമായിരുന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ സ്നേഹം, യേശുവിന്റെ കരുതൽ ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവുമായിരിക്കും. പ്രിയരെ, പ്രശ്നങ്ങളില്ലാതെയില്ല, കഷ്ടങ്ങളില്ലാതെയില്ല. ഇതെല്ലാം ഉള്ളപ്പോഴും ആത്മഹത്യ ചെയ്ത് ജീവിതം നശിപ്പിക്കേണ്ടതല്ല, മദ്യം കഴിച്ച് ജീവിതം നശിപ്പിക്കേണ്ടതല്ല, കൊലപാതകം ചെയ്ത് ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല, ഒളിച്ചോടുകയല്ല. ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് ആ ബോധത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് ഈ സന്ദേശമാണ്, ഈ മാതൃക പുരുഷനാണ്. പ്രിയരെ, അങ്ങനെ ഈ ഭൂമിയിൽ നല്ല സേവനം കാഴ്ചവെച്ച് ഒരു കുറ്റവും ആർക്കും കണ്ടെത്തുവാൻ കഴിയാത്ത നിലയിൽ പ്രസംഗം പോലെ ജീവിച്ച ഒരേ ഒരു വ്യക്തിപ്രഭ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തു എങ്ങനെ മരിക്കണം എന്നുള്ളത് ജനിക്കുന്നതിന് മുമ്പേ എഴുതിയിരുന്നു. വിശുദ്ധ ബൈബിൾ മതഗ്രന്ഥമല്ല, മനുഷ്യന്റെ ഉൽപ്പത്തി, ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി, ഇന്ന് കാണുന്ന സകല പ്രശ്നങ്ങളുടെയും ഉൽപ്പത്തി, ഇതിന്റെ എല്ലാം ഒരു സമാഹാരമാണ്. ഇതിന്റെ എല്ലാം
ആരംഭം ആണ്, ഇതിന്റെയൊക്കെ അവസാനമാണ് ഈ ഗ്രന്ഥത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഒരു കോപ്പി വാങ്ങി സൂക്ഷിക്കുവാനും വായിക്കുവാനും കഴിഞ്ഞാൽ ജീവിതം അർത്ഥമുള്ളതായി മാറും. കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി നിങ്ങളുടെ ഭവനങ്ങൾ മാറ്റപ്പെടും. പ്രിയമുള്ളവരെ, ആ തിരുവഴുത്തിനകത്ത് യേശു എങ്ങനെ മരിക്കണമെന്ന് എഴുതി. ആ തിരുവഴുത്ത് പ്രകാരമാണ് യേശു മരിച്ചത്. യേശു ക്രൂശിൽ യാഗമായി. യേശുവിനെ ആർക്കും കൊല്ലുവാൻ കഴിയത്തില്ല. യേശു എന്തിനു വേണ്ടി മരിച്ചു? മനുഷ്യർ പാപം ചെയ്ത്, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, ഇരുളിൽ സ്വാധീനിച്ച് വശീകരിച്ച് ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുകയും ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യത്തക്ക വിധത്തിൽ മനുഷ്യനെ അതേ സ്വാധീനിച്ച് ഭൂമിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇരുളിന്റെ വ്യാപാരം ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കളഞ്ഞു. മനുഷ്യന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു, സമാധാനം നഷ്ടപ്പെട്ടു. അങ്ങനെ ഈ ഭൂമിയിൽ അരാജകത്വം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം തന്നെ ഈ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട്, അവരെ നല്ല സ്വഭാവത്തിന് ഉടമകളാക്കി മാറ്റുവാനായിട്ട് ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം. അപ്പൊ ചോദിക്കും, യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത് കൊണ്ട് എങ്ങനെയാണ് മനുഷ്യന് ഈ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുന്നത്? ഇവിടെ നമ്മളൊക്കെ ഈശ്വര വിശ്വാസികളാണ്, അല്ലേ? നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പല സ്ഥലങ്ങളിൽ സന്ദർശിക്കാറുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? നമ്മുടെ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടിയല്ലേ? അല്ലേ? നമ്മള് കോഴിയെ അറക്കുന്നു, പല തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നു, നേർച്ചകൾ കാഴ്ചകൾ നടത്തുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയാ? നമ്മുടെ അകത്ത് ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിന്റെ മോക്ഷത്തിനു വേണ്ടി, ആ ആത്മാവിന് സമാധാനം ഉണ്ടാകാൻ വേണ്ടി, സന്തോഷം ഉണ്ടാകാൻ വേണ്ടി, ഈ ലോക ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്, അവിടേക്ക് പോകുവാൻ വേണ്ടിയാണ് നാം ഇതൊക്കെ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. പ്രിയരെ, ഇതൊക്കെ നാം ചെയ്യുന്നുണ്ടെങ്കിലും ആ സമാധാനപരമായ സന്തോഷകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് ധനവാനായിരുന്നു, ഒന്ന് ദരിദ്രനായിരുന്നു. നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ളവരില്ലേ? ധനവാന്മാരും ഉണ്ട്, ദരിദ്രന്മാരും ഉണ്ട്. ധനവാന്റെ ജീവിത ശൈലി എപ്പോഴും ഹൈടെക് ആയിരിക്കും, അല്ലെ? ദരിദ്രന്റെ ജീവിതം എങ്ങനെയായിരിക്കും? ഒരു മിഡിൽ ലെവലിലായിരിക്കും. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച രണ്ട് വ്യക്തിത്വങ്ങൾ, അവര് രണ്ടുപേരും ഈ ഭൂമിയിൽ ജനിച്ചു. ഈ രണ്ടുപേരും മരണമെന്ന പ്രതിഭാസത്തിലൂടെ കടന്നുപോയി. ധനവാൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോ അവന്റെ ധനം, അനേക സുഹൃത്തുക്കൾ അവന് ലഭിച്ചു, നല്ല ജീവിത സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, നല്ല വീടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം നാട്ടിൽ ഫ്ലെക്സ് തൂക്കി, ഇതാ ധനവാൻ മരിച്ചു. ആ ഫ്ലെക്സ് ബോർഡ് കണ്ടപ്പോഴേ ആളുകൾക്ക് മനസ്സിലായി നാട്ടിലെ ധനികനാണ് മരിച്ചത്. റോഡ് ബ്ലോക്ക് ആകുന്നത് പോലെ വലിയ വലിയ വാഹനങ്ങൾ വന്ന് നിരന്നു. വീടിന്റെ മുമ്പിൽ വലിയ പന്തൽ അതെ ഉയർന്നു. അതുവഴി പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നാട്ടിൽ ധനാഢ്യനായി ജീവിച്ച അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ വിലാപയാത്ര റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഇരു ഭാഗത്തു നിന്നും ആളുകൾ ശ്രദ്ധിച്ചു. ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് സ്വന്തങ്ങൾ, ഒത്തിരി ഒത്തിരി പ്രഗത്ഭരായ വ്യക്തികൾ അദ്ദേഹത്തിന്റെ വിലാപയാത്രയെ അതെ പിന്തുടരുകയാണ്. ഒടുവിൽ 6 അടി മണ്ണിലേക്ക്, അല്ലെങ്കിൽ ആ ചിതയിലേക്ക് ആ മാന്യ വ്യക്തിയെ കൊണ്ടു ചെന്നു. അവിടുന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും ഉറ്റവരും ഉടയവരും എല്ലാം പിന്തിരിഞ്ഞു പോന്നു. അദ്ദേഹം നേടിയ ധനമോ അദ്ദേഹത്തിന്റെ സ്വന്തമോ ബന്ധമോ ഒന്നും അതിനപ്പുറത്തേക്ക് കൂടെ പോയില്ല. നല്ല മരണാനന്തര ചടങ്ങുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനങ്ങളിൽ ധനവാനായിരുന്നത് കൊണ്ട് കുടുംബക്കാരൊക്കെ ആണ്ടിലാണ്ടില് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. പ്രിയരെ,
കുറച്ചു നാള് കഴിഞ്ഞപ്പോ നാട്ടിലെ ദരിദ്രനായ ലാസർ എന്ന് പറയുന്ന മനുഷ്യനെ ആരും കാണാതായി. അപ്പൊ ആ നാട്ടിലുള്ളവര് ചോദിച്ചു, ഫ്ലെക്സ് ബോർഡ് കണ്ടില്ലല്ലോ, വലിയ വിലാപയാത്ര കണ്ടില്ലല്ലോ, ആ മനുഷ്യനെ കാണാനില്ലല്ലോ. കാരണം അദ്ദേഹം മരിച്ചത് ആരും അറിഞ്ഞില്ല. അദ്ദേഹം ദരിദ്രനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ മരണാനന്തര ചടങ്ങിനെ സംബന്ധിക്കാൻ സമൂഹത്തിൽ ഉന്നതന്മാരൊന്നും എത്തിയില്ല. അതുകൊണ്ട് ധനവാൻ മരിച്ചപ്പോ ആ നാട്ടിൽ അറിഞ്ഞു, ആ ജില്ലയിൽ അറിഞ്ഞു, ആ സ്റ്റേറ്റിൽ അറിഞ്ഞു. പക്ഷേ ദരിദ്രൻ മരിച്ചപ്പോ ആ നാട് പോയിട്ട് ആ വാർഡിലുള്ളവർ പോലും അറിഞ്ഞില്ല. എന്നാൽ മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല എന്ന് മാനവ കുലത്തിന് വെളിപ്പെടുത്തി കൊടുത്ത വ്യക്തിപ്രഭയായ യേശു ക്രിസ്തു പറഞ്ഞു, ഒരിക്കൽ ജനിച്ചാൽ നിശ്ചയമായും മരിക്കും. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ന്യായവിധിയുണ്ട്. അങ്ങനെ ഈ മരിച്ച രണ്ട് വ്യക്തികളും ആയിരിക്കുന്ന സാഹചര്യത്തിൽ ധനവാനായിരിക്കുന്ന മനുഷ്യൻ നിലവിളിച്ചു. ആ നിലവിളി ശ്രദ്ധിച്ച ഒരു മനുഷ്യനുണ്ട്, അബ്രഹാം എന്ന് പറയും, ഇബ്രഹാം നബി എന്നൊക്കെ പറയും. മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ആദാമും ഹവ്വയും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിതം ആരംഭിച്ചു. അവർക്കുണ്ടായ തലമുറകൾ കൊണ്ടാണ് ലോകം ഇന്ന് നിറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു കുടുംബത്തിലെ മക്കളാണ് നമ്മൾ എല്ലാവരും. പക്ഷേ അതിനെ പല നിലകളിൽ അതേ ആക്കി മനുഷ്യർ തിരിച്ചു. അതുകൊണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ അതേ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്ന മനുഷ്യൻ അതെ ഒരപ്പന്റെ അമ്മയുടെ മക്കളാണെന്നുള്ള ആ മനോഭാവത്തിലേക്ക് വരുന്നു, അന്നേ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഈ മനുഷ്യനെ ആ ചിന്തയിലേക്ക് നയിക്കുവാനാണ് യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. ആ യേശുവിന്റെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും മനുഷ്യനോടുള്ള ബന്ധത്തിൽ എന്ത് ആയിരുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമാക്കുന്നു. പ്രിയരെ, അങ്ങനെ ലാസറും ധനവാനും ആ സ്റ്റോറിയിൽ നിന്ന് വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ധനവാൻ നിത്യമായ നരകത്തിലും ലാസർ നിത്യമായ സ്വർഗത്തിലും എത്തി. ധനവാൻ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം പിതാവേ, ആ ലാസറിനെ എന്റെ അടുക്കലേക്ക് ഒന്ന് വിടണം. കാരണം ഇവിടെ എനിക്ക് സ്വസ്ഥതയില്ല, ഇവിടെ എനിക്ക് സമാധാനമില്ല. എന്ന് വെച്ചാ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. അവിടെ ഈ ജന്മത്തിൽ നമുക്ക് ഒരുമിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും നമുക്ക് ഒരുമിക്കാമെന്ന് ചിന്തിക്കുന്ന കാമുകിമാരില്ലേ, കവിതാക്കളില്ലേ? അങ്ങനെ രണ്ടുപേരും കൂടെ സൂയിസൈഡ് ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നവരില്ലേ? പ്രിയരെ, ശുദ്ധ അബദ്ധമാണ് കേട്ടോ. ആത്മഹത്യ ആ ചിന്തകൾക്ക് അനുയോജ്യമായ കാര്യമല്ല. അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ അത് സ്വർഗത്തിലായിരിക്കണമെങ്കിൽ ആ സ്വർഗത്തിലേക്കുള്ള വഴിയെ അറിയണം. പ്രിയരെ, നാശത്തിലേക്കുള്ള വഴി, അധമ പാതാളത്തിലേക്കുള്ള വഴി, ദുഷ്ടതയും വഞ്ചനയും ചതിയും, അതാ അവിടത്തേക്കുള്ള വഴി. എന്നാൽ നന്മയിലേക്കുള്ള വഴി എന്താണെന്ന് മാനവകുലത്തിന് വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിൽ ജനിച്ച വ്യക്തിയാണ് യേശു. പ്രിയരെ, ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുമ്പോ ധനവാൻ പറഞ്ഞു, അവനെ ഒന്ന് ഇങ്ങോട്ട് വിടണം. അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ നിന്ന് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് ആർക്കും അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. എന്റെ സഹോദരങ്ങൾ ഇവിടെ എത്തുവാൻ ഇടയാകാതിരിക്കേണ്ടതിന് ഈ സദ്വർത്തമാനം എന്റെ സഹോദരങ്ങളോട് അറിയിപ്പാൻ അവിടേക്ക് അയക്കണമെന്ന് പറഞ്ഞു. അബ്രഹാം പിതാവ് പറഞ്ഞു, ഭൂമിയിൽ ഈ സദ്വർത്തമാനം പറയുന്ന അനേകരുണ്ട്. അവരത് കേൾക്കുമ്പോൾ, അവരത് വിശ്വസിച്ചാൽ നിശ്ചയമായിട്ടും അതേ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ലാസറിനെ പോലെ അവർക്കും വരാം, അവർക്കും എത്തപ്പെടാം. പ്രിയരെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അടുത്ത ജന്മത്തിലെങ്കിലും സന്തോഷകരമായ ജീവിതം ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവിടേക്കുള്ള വഴി, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ നോക്കി നിൽക്കെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് അവർ
പ്രസംഗിക്കുകയായിരുന്നില്ല, ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി. അതാണ് യേശു ക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നിരിക്കുന്നുവെന്ന് ചരിത്രം പറയുന്നത്. അതേ, ലോകം മുഴുവനും അംഗീകരിക്കുന്ന വസ്തുതയാണ് യേശു ജനിച്ചു എന്നുള്ളത്. കാലഘട്ടത്തെ AD എന്നും BC എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ഇന്നും ചരിത്ര താളുകളിൽ സ്ഥാനം അതേ കാണുവാൻ കഴിയുന്നു. യേശു ക്രിസ്തുവിന്റെ ജനനവും യേശു ക്രിസ്തുവിന്റെ മരണവും അതേ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും. അങ്ങനെ യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു പറഞ്ഞു, ലോകത്തിന്റെ അവസാനം അതെ ഇന്നതൊക്കെ സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഇവിടുന്ന് പോയി മടങ്ങി വരുവാൻ സമയമാഗതമായിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഇന്ന് കാണുന്ന ഈ അരാജകത്വങ്ങൾ, ഇന്ന് കാണുന്ന ഈ അക്രമസക്തമായ ആ കലുഷിതമായ പ്രശ്നങ്ങൾ, മദ്യപാനം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ലൈംഗിക ചൂഷണങ്ങൾ, വാത്സല്യമില്ലാത്ത തലമുറകൾ, മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറകൾ, ജാതി ജാതിയോടും ദേശം ദേശത്തോടും അപ്പൻ അമ്മയോടും അമ്മ അപ്പനോടും മക്കൾ അപ്പനമ്മമാരോടും അപ്പനമ്മമാർ മക്കളോടും ഇടയുന്ന സമയമുണ്ടാകും. ഇതൊക്കെ ഈ ലോകത്തിന്റെ അന്ത്യത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന് മുൻകൂട്ടി അത് വെളിപ്പെടുത്തിയിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. പ്രിയമുള്ളവരെ, ആ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഈ സന്ദേശം ഈ ദേശത്ത് അറിയിച്ച് ഞങ്ങൾ കടന്നു പോകുന്നു. ലോകം അവസാനിക്കുവാൻ പോകുകയാ, ഒരു ന്യായവിധി വരാൻ പോകുകയാ. മരണം കൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല, ഇതിനപ്പുറത്ത് ജീവിതമുണ്ട് എന്ന് പഠിപ്പിച്ച യേശു മടങ്ങി വരാൻ പോകുക. യേശുവിനെ അനുഗമിച്ച ശിഷ്യന്മാർ നോക്കി നിൽക്കെ അതേ കല്ലറയ്ക്കകത്ത് നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. പോയ യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. അതെപ്പോ സംഭവിക്കുമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോ പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കുമ്പോൾ അത് സംഭവിക്കും. ഏതൊക്കെ? ഇന്ന് കാണുന്ന ഈ പ്രശ്നങ്ങളൊക്കെ അതിന്റെ മുന്നോടിയായി നടക്കുമെന്ന് ഇതുപോലെ തെരുവിൽ നിന്ന് പ്രസംഗിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, നോഹ. മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ. മനുഷ്യന്റെ അടുത്ത തലമുറകളെ, വംശങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ആ ഉത്തമ ഗ്രന്ഥം ഒന്ന് വാങ്ങി വായിക്കണം. അത് മത ഗ്രന്ഥമല്ല കേട്ടോ. അത് വായിക്കുന്നവരും അത് വായിച്ച് കേൾപ്പിക്കുന്നവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടും. ഈ ദേശത്തുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ ഭൂമിയില് ലൈംഗിക അരാജകത്വം കുടികുത്തി വാഴുന്ന, മദ്യാസക്തിയുടെ ലഹരിയില് അതേ ജീവിക്കുന്ന തലമുറയുടെ ഇടയിൽ ജനിച്ച ഒരു മനുഷ്യന്റെ പേരാ നോഹ. ആ നോഹയെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവത്തിന്റെ കൃപ ലഭിച്ചുവെന്ന്. അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ഒന്നാണ് കൃപ കേട്ടോ. അങ്ങനെ കൃപ ലഭിച്ച നോഹ ജീവിച്ചിരുന്ന കാലയളവിൽ ദൈവം നോഹയോട് പറഞ്ഞു, നീ ജനത്തോട് പറയണം, ഒരു ന്യായവിധി നടക്കാൻ പോകുകയാ, ഒരു പ്രളയം ഉണ്ടാകാൻ പോകുകയാ, ഒരു മഴ പെയ്യാൻ പോകുകയാ. അന്നേ കാലത്ത് ആയിരുന്ന ജനം മഴ കണ്ടിട്ടില്ല. ഇദ്ദേഹത്തിന് എന്തോ വലിയ കുഴപ്പം പറ്റി. മഴ എന്താന്ന് അറിയത്തില്ല, പ്രളയം എന്താന്ന് അറിയത്തില്ല. അപ്പോഴാണ് കൃപ ലഭിച്ച നോഹ ഇതുപോലെ തെരുവിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ദാ ന്യായവിധി വരുന്നു. ന്യായം വിധിക്കാൻ കാരണം മനുഷ്യന്റെ ഹൃദയം ദുഷ്ടത കൊണ്ട് നിറഞ്ഞിരിക്കുകയാ. അതെ, ദുഷ്ടത്തരങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാ. ഈശ്വര വിശ്വാസമില്ലാതെ അതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയാ. അതുകൊണ്ട് ദൈവം തന്റെ ജനത്തെ ന്യായം വിധിക്കാൻ പോകുന്നു എന്നുള്ള വിളംബരം നോഹ ചെയ്തു. നോഹയെ കളിയാക്കിയവരുണ്ട്, നോഹയുടെ പ്രസംഗം അംഗീകരിക്കാത്തവരുണ്ട്. എന്നാൽ ചരിത്രം അറിയുന്നവർക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്കറിയാം. എന്തിന് അതേ നമ്മുടെ വീടുകളിൽ എത്തിയ മലയാള മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി എന്നീ പത്രങ്ങളിൽ ഒരിക്കൽ നമ്മൾ വായിച്ചില്ലേ, അരാരാത്ത് പർവ്വതത്തിൽ ചില കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ആ കപ്പല് പെട്ടകമെന്ന ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. ആ പെട്ടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് അതേ സത്യം സത്യമായി നമ്മെ പഠിപ്പിക്കുന്ന ഉത്തമ ഗ്രന്ഥം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പ്രിയരെ, ഈ ദേശത്തോട് ഈ സത്യം വിളിച്ചു
വിളിച്ചു പറയുന്നത് ഇന്നും അടിമത്തത്തിൽ കിടക്കുന്ന ചില കുടുംബങ്ങളുണ്ട്, ചില തലമുറകളുണ്ട്, ചില മാതാക്കളുണ്ട്, ചില പിതാക്കളുണ്ട്, ചില യൗവനക്കാരുണ്ട്, ചില യൗവനക്കാരികളുണ്ട്. അവരുടെ പഠിത്തങ്ങൾക്കോ അവരുടെ പ്രതാപങ്ങൾക്കോ അവരുടെ ബന്ധങ്ങൾക്കോ അവരുടെ പണങ്ങൾക്കോ അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ കഴിയാതായിരിക്കുമ്പോ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന സത്യമാണ് നിങ്ങൾ ഈ ഉച്ച സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവനെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആ വ്യക്തി യേശുവാണ്. പ്രിയരെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു മടങ്ങി വരുവാൻ പോകുകയാണ്. യേശു മടങ്ങി വരുന്നത് എന്തിനാണെന്നറിയാമോ? തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ. ലോകം വിളിച്ചു പറഞ്ഞു, ഇതാ ലോകം പ്രളയത്താൽ നശിക്കപ്പെടുവാൻ പോകുകയാണ്. ആരും അംഗീകരിച്ചില്ല കേട്ടോ, ആരും അത് സ്വീകരിച്ചില്ല കേട്ടോ. നോഹയും നോഹയുടെ കുടുംബവും മാത്രമാണ് അത് സ്വീകരിച്ചത്. പ്രളയം വന്നു. ഇന്ന് പ്രളയത്തെ കുറിച്ച് നമുക്കറിയാം. 2016, 2018 കാലയളവിൽ പ്രളയം വരുത്തിവെച്ച ആ വിനാശത്തിൽ നിന്ന് ഇന്നും പല കുടുംബങ്ങളും മോചിതരായിട്ടില്ല. എത്രയോ പ്രിയപ്പെട്ടവര് വേർപെട്ടു, എത്രയോ വീടുകൾ നഷ്ടപ്പെട്ടു, എത്രയോ റോഡുകൾ തകർന്നു, എത്രയോ മണിസൗധങ്ങൾ തകർന്നു. അതിനുശേഷം വന്ന കൊറോണ അല്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കൊണ്ടുപോയില്ലേ? അതിന്റെ ദുഃഖങ്ങൾ ഇന്നും അതേ കടിച്ചമർത്തി കഴിയുന്നവരില്ലേ? അപ്പൊ നോഹ പ്രസംഗിച്ചതുപോലെ അന്നൊരു ന്യായവിധി ഉണ്ടായി. പ്രിയരെ, മനുഷ്യപുത്രന്റെ നാളിലും ഇതുപോലെ ഒരു ന്യായവിധി ഉണ്ടാകുമെന്ന് ഈ ലോകം അതിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ദേശമേ, യേശു മടങ്ങി വരുവാൻ പോകുകയാ. അതെ, മരിച്ചവർ അക്ഷയരായി ഉയർക്കാൻ പോകുക എന്ന് വെച്ച ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവ വചനപ്രകാരം ജീവിച്ച് ഈ ഭൂമിയിൽ മരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. അല്ലാത്തവര് ഉയർക്കുന്ന സമയം ഉണ്ട്. എന്നാൽ ഈ അക്ഷയരായി ഉയർക്കുന്ന സമയത്ത് ഇന്ന് നമ്മെ പോലെ ജീവനോടായിരിക്കുന്നവർ ഇവിടുന്ന് മാറ്റപ്പെടാൻ പോകുകയാണ്. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. ഇതൊക്കെ ക്ഷണത്തിൽ സംഭവിക്കും പ്രിയരെ. ഇത് സംഭവിച്ചിട്ട് വീണ്ടും ഈ ലോകം മുമ്പോട്ട് പോകുമ്പോൾ ആർക്കും സഹിക്കുവാൻ കഴിയാത്ത നിയമങ്ങളും അതേ സംവിധാനങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകാൻ പോകുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോ കളിയാണ്, പൊളിയാണ്, വൈറ്റിപ്പഴപ്പിന് വേണ്ടി ഇറങ്ങി തിരിച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുകയാണെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. പ്രിയമുള്ളവരെ, ഇത് സംഭവിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യമായ കാര്യമാണ്. ഇത് നിഷേധിക്കുന്നവരുണ്ടാകാം, ഇത് വിശ്വസിക്കുന്നവരുണ്ടാകാം, ഇത് അംഗീകരിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇത് ലോകത്തിന്റെ അറ്റത്തോളം പോയി പ്രസംഗിക്കണമെന്നുള്ള ഒരു കൽപ്പന എന്നെ ഞാനാക്കി മാറ്റിയ യേശു എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാനും എന്റെ കുടുംബവും എന്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരും ഈ മാസം ഈ കേരളത്തിന്റെ ഓരോ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഈ സന്ദേശം പങ്കുവെക്കുന്നത് യേശു മടങ്ങി വരുമ്പോൾ ഇവിടെ നിന്ന് ഒരു കൂട്ടം ആളുകൾ മാറ്റപ്പെടും. ആ മാറ്റപ്പെടുന്ന കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഈ നാട്ടിൽ നിന്ന് ഒരു കൂട്ടം ആളുകളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രിയരെ, അതിനുശേഷം ഒരു ന്യായവിധിയുണ്ട്. മനുഷ്യൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് തക്കതായ ഒരു ന്യായവിധി. ആ ന്യായവിധിക്ക് ശേഷമാണ് സ്വർഗമോ നരകമോ തീരുമാനിക്കുന്നത്. ആ നരകം എന്ന് പറയുന്നത് യാതനയുടെ സ്ഥലമാണ്. സ്വർഗമെന്ന് പറയുന്നത് സന്തോഷത്തിന്റെ സ്ഥലമാണ്. നിങ്ങളുടെ മരണത്തിനപ്പുറം നിങ്ങൾ എവിടെ ആയിരിക്കണമെന്നുള്ളത് നിങ്ങൾ ഇന്ന് തീരുമാനിക്കും. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആർക്കും അത് തീരുമാനിച്ചിട്ട് അവിടേക്ക് പോകാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ എന്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഓട്ടത്തിൽ പലതും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷത്തിൽ അല്ല, അടുത്ത നിമിഷത്തിൽ മരണമെന്ന മൃത്യുവിന് നിങ്ങൾ വഴങ്ങേണ്ടി വന്നാൽ നിങ്ങളുടെ ആത്മാവ് എവിടെയായിരിക്കും എത്തുക? നിത്യമായ സ്വർഗത്തിലോ നിത്യമായ നരകത്തിലോ? നിത്യമായ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്ന് ഈ സമയത്ത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദേശം പറയുവാൻ എന്നെ പ്രാപ്തനാക്കിയ യേശുവിനെ നിങ്ങൾ അറിയണം. യേശുവിന് വേണ്ടി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കണം. യേശുവിന് വേണ്ടി നിങ്ങൾ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ
യേശു കടന്നുപോയ ഇടത്തേക്ക് നിങ്ങൾക്കും എത്തിച്ചേരുവാൻ കഴിയും. ഈ സന്ദേശം നിങ്ങൾ ആ നല്ല ജീവിതത്തിന് ഉടമകളായി മാറുവാൻ ഇടയായി തീർന്നാൽ സന്തോഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്ന ഒരു ദിനം വരാൻ പോകുകയാണ്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസമെന്ന വിശുദ്ധ ബൈബിൾ പറയുന്നത്. അന്ന് സകല അഹങ്കാരികളെ, സകല ദുഷ്പ്രവർത്തിക്കാരെയും വേരും കൊമ്പും ശേഷിക്കാതെ അതേ തള്ളിയിടുന്ന സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലകപ്പെടാതെ നിത്യമായ സ്വർഗത്തിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ ഭൂമിയിൽ ആയിരിക്കുന്ന ഈ ആയുസ്സിൽ സമാധാനമില്ല, സന്തോഷമില്ല, ജീവിതത്തിൽ പ്രാരാബ്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ, തലമുറകൾ അനുസരണക്കേടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ, ഒരു വല്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം അർത്ഥമുള്ളതാക്കി മാറ്റുവാൻ, സമാധാനമുള്ളതാക്കി മാറ്റുവാൻ, സന്തോഷമുള്ളതാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവരെ ആ നിലവാരത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാനാണ് യേശു വന്നത്. ആ യേശു നിങ്ങളെ വിളിക്കുന്നു, ആ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിനകത്ത്, ഒരുപക്ഷെ കടമായിരിക്കാം, ഒരുപക്ഷെ മദ്യപാനമായിരിക്കാം, ഒരുപക്ഷെ വിട്ടുമാറാത്ത രോഗമായിരിക്കാം, ഒരുപക്ഷെ ഏതെങ്കിലും തകർച്ചയായിരിക്കാം, നിങ്ങൾ ഏത് സാഹചര്യത്തിലുമായിരിക്കും, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്നു കൊണ്ട് യേശുവെ ഒന്ന് വിളിക്കാമോ, എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരാമോ എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നിശ്ചയമായും ആ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ യേശുവിലൂടെ നിങ്ങൾക്ക് ഈ ലോകത്തിലും അടുത്ത ജന്മമല്ല ആ നിത്യമായ ജീവിതത്തിലേക്കും നിങ്ങൾക്ക് പ്രവേശിക്കുവാനുള്ള ഏക വഴിയാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവാണ് നിങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ഈ സന്ദേശം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ നിമിഷം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ആരോടും പറയുവാൻ കഴിയാത്ത വേദനയോടായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് യേശുവേ, ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ, ദൈവമേ ഞാൻ കേട്ടത് സത്യമാണെങ്കിൽ ഞാൻ ഇന്നൊരു തീരുമാനമെടുക്കുന്നു. ഇനിയുള്ള നാൾ എനിക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറം എനിക്ക് നിത്യമായ സ്വർഗത്തിൽ എത്തണം. അവിടേക്കുള്ള ഏക വഴി ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ മാനവകുലത്തിന് രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന നാമം. ഈ യേശുവിനെ അറിയുക, ഈ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക. നിങ്ങളുടെ ഈ ഭൂമിയിലെ ജീവിതം സ്വർഗതുല്യ ജീവിതമായി മാറ്റപ്പെടും. അതേ നിത്യമായ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കൂടുതലായി ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുവാനും നിത്യജീവിതത്തിന് അവകാശിയാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അല്ല നിങ്ങൾ ഏതെങ്കിലും പ്രശ്നത്തിലായിരിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യണം, ഈ സന്ദേശം ഇനിയും ഞങ്ങൾക്ക് കേൾക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ സ്നേഹതീരം പ്രയർ ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജിലോ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ യൂട്യൂബിലോ ഗൂഗിളിലോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ, ഇൻസ്റ്റഗ്രാമിലോ സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അവിടെ പോകണം, ഇവിടെ പോകണം, നിങ്ങളുടെ പേര് മാറണം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട് മാറണം, ഇതൊന്നും ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുത്തില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ഒരു ബൈബിളിന്റെ കോപ്പി വാങ്ങി വായിക്കണം. അത് വായിക്കും തോറും നിങ്ങൾ സത്യം അറിയും. സത്യം നിങ്ങൾ അറിയും തോറും നിങ്ങൾ സ്വതന്ത്രരായിക്കൊണ്ടിരിക്കും. 6 അടി മണ്ണിൽ നിങ്ങളെ അടച്ചു കൂട്ടുവാൻ ആർക്കും കഴിയത്തില്ല. 6 അടി മണ്ണ് കൊണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കത്തില്ല. അവിടെ നിന്ന് ഒരു ഉയർപ്പ് ഉണ്ട്. നിങ്ങൾ കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യാം. വലമ്പൂർ ദേശ നിവാസികളോട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രയും സമയം ഞങ്ങൾ ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ദേശത്തിന് വേണ്ടി അടികൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തെ അനുഗ്രഹിച്ചാട്ട് അവരുടെ ആവശ്യങ്ങൾ ദൈവം അറിയണമേ. അവരുടെ ബിസിനസ് അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. കർത്താവേ,
കാലാവസ്ഥ അനുകൂലമാക്കി തീർത്തതിനായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ദേശത്തോട്